നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിത. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഫ്രാക്ചർ അഥവാ അസ്ഥിഭംഗം എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള കാര്യമാണ്. അതിനായുള്ള ഒരു 6 മാർഗമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ 6 മാർഗത്തിലൂടെ നിങ്ങൾക്കുണ്ടായത് ഫ്രാക്ചർ ആണോ എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ചികിത്സ തേടാനാകും. 1. ക്ഷതമേറ്റ ഭാഗത്ത് നീർവീക്കം ഉണ്ടാവുക എന്നതാണ്. ക്ഷതമേറ്റ ഭാഗത്ത് അസാധാരണമായി നീരുണ്ടാവുകയും ക്ഷതമേറ്റ ഭാഗത്തിന് ചുറ്റുമുള്ള സ്കിന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു. 2. അജലത്വ സ്വഭാവം കാണിക്കുന്നു. അതായത് ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ അജലത്വ സ്വഭാവം എന്ന് പറയുന്നത്. എവിടെയാണോ ക്ഷതമേറ്റിട്ടുണ്ടാവുക അവിടെ അസ്ഥിഭംഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. 3. ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് പൊട്ടിയ ഭാഗത്ത് നമ്മൾ പതുക്കെ ഒന്ന് സ്പർശിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പൊട്ടിയ അസ്ഥികൾ തമ്മിൽ ഉരഞ്ഞ് ഒരു ചെറിയ ശബ്ദം നമ്മൾക്ക് കേൾക്കാനായിട്ട് കഴിയും. വളരെ കീൻ ഒബ്സർവേഷനിലൂടെ നമുക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയും. ഈ ശബ്ദം കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും അവിടെ അസ്ഥിഭംഗം സംഭവിച്ചു എന്ന്. 4. അതിശക്തമായ വേദന ഉണ്ടാകുന്നു. നിങ്ങൾക്ക് ഏറ്റു ക്ഷതം ഫ്രാക്ചറിന് കാരണമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത വേദന ഉണ്ടാകുന്നു. 5. അസ്ഥിഭംഗം സംഭവിച്ച വ്യക്തി അസ്വസ്ഥനായിരിക്കും. കാരണം അതിന്റെ വേദനയും മറ്റു ബുദ്ധിമുട്ടുകളും കാരണം ആ വ്യക്തി അസ്വസ്ഥനായി തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിലൂടെ അദ്ദേഹത്തിന് കാര്യമായ പ്രശ്നമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 6. അസ്ഥിഭംഗം സംഭവിച്ച വ്യക്തിയുടെ ശരീര ഊഷ്മാവ് അല്പം ഉയർന്ന നിലയിലായിരിക്കും കാണപ്പെടുക. ബോഡി ടെമ്പറേച്ചർ കൂടിയിരിക്കും. ഇത്രയും കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സംഭവിച്ച ക്ഷതം ഫ്രാക്ചറിന് കാരണമായോ എന്ന് നമുക്ക് തിരിച്ചറിയാനും ഉടൻ തന്നെ ചികിത്സ തേടാനും കഴിയും. എങ്കിലും എല്ലാവർക്കും ഈ മാർഗങ്ങൾ സ്വീകാര്യമാകണമെന്നില്ല. കാരണം നല്ല മെലിഞ്ഞ വ്യക്തികൾക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഈ 6 കാര്യങ്ങളിലൂടെ അവർക്ക് സംഭവിച്ചത് ഫ്രാക്ചർ തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. എങ്കിൽ ചില കേസുകളിൽ, അതായത് അമിതവണ്ണമുള്ളവർക്ക് ഈ പറഞ്ഞ 6 കാര്യങ്ങളും ഉപകാരപ്പെടണമെന്നില്ല. അത്തരം കേസുകളിൽ നമുക്ക് ഒരു എക്സ്റേയുടെ സഹായം കൂടിയേ തീരുള്ളൂ. ഇനി പറയാൻ പോകുന്നത് അസ്ഥിഭംഗം സംഭവിച്ച വ്യക്തി പാലിക്കേണ്ട പ്രഥമ ശുശ്രൂഷകളെ കുറിച്ചാണ്. അസ്ഥിഭംഗം ഉണ്ടായ ഭാഗത്ത് മുറിവുണ്ടാവുകയോ ആ മുറിവിലൂടെ രക്തസ്രാവം സംഭവിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ആ മുറിവിന് ആദ്യം ചികിത്സ തേടുകയും രക്തസ്രാവം നിർത്തുകയും ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയ ക്ഷതം ഫ്രാക്ചറിന് കാരണമായി എന്ന് കണ്ടെത്തിയാൽ ആ അസ്ഥി ചലിപ്പിക്കാതിരിക്കുക. കാരണം അത് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. മുറിവിനെ ചികിത്സിക്കുമ്പോൾ അനങ്ങാതെ പിടിച്ചുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത തുണി കൊണ്ട് ചുറ്റിക്കെട്ടുന്നത് നമുക്ക് രോഗാണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ കഴിയുന്നു. കൈയിലെ അസ്ഥിയാണ് ഒടിഞ്ഞതെങ്കിൽ കൂടുതൽ ഇളകാതിരിക്കാൻ കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പതുക്കെ ഒരു സ്ലിങ്ങിൽ തൂക്കിയിടുന്നത് നല്ലതാണ്. താടിയെല്ലിലാണ് ഒടിവോ ചതവോ സംഭവിച്ചതെങ്കിൽ രോഗിയെ ഇരുത്തി ഉള്ള കൈയിൽ അല്പം തുണിയോ പഞ്ഞിയോ പിടിച്ചുകൊണ്ട് കീഴ്ത്താടി മേൽപോട്ടാക്കി പിടിക്കുക. താടിയെല്ല് പൊട്ടുക മൂലം വായിൽ രക്തമോ പല്ലിൻ കഷ്ണങ്ങളോ ഉണ്ടെങ്കിൽ അത് എടുത്തു മാറ്റി ആ ഭാഗം മൃദുവായി തുടയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു തുണി കൊണ്ട് തലയും താടിയും കൂട്ടിക്കെട്ടി കൈ സ്വതന്ത്രമാക്കുക. കൈമുട്ടിൽ ഫ്രാക്ചർ സംഭവിക്കുകയും ഇളക്കാൻ സാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ കൈമുട്ട് അല്പം വളച്ച് വിരലിലെ അഗ്രം എതിർവശത്തെ തോളിൽ സ്പർശിക്കത്തക്ക വിധം വെക്കുക. കൈക്കും നെഞ്ചിനുമിടയിൽ തുണിയോ മൃദുവായ മറ്റെന്തെങ്കിലും പതിച്ചു വെക്കുക. തോൾ ഭാഗത്ത് വിരൽ ചേർത്ത് കെട്ടുന്നത് ഇളകാതിരിക്കാൻ ഉപകരിക്കുന്നു. തുടയെല്ലാണ് പൊട്ടിയതെങ്കിൽ കാലുകൾ നിവർത്തി അടുപ്പിച്ച് വെച്ച് 3-4 സ്ഥലത്ത് നന്നായി കെട്ടിവെക്കുക. ഒടിവ് നട്ടലിനാണെങ്കിൽ സ്ഥിതി ഗുരുതരമാണ്. അങ്ങനെ വന്നാൽ രോഗി ഇരിക്കുന്ന അതേ പൊസിഷനിൽ തന്നെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ഒടിവ് വാരിയലിനാണെങ്കിൽ നിവർന്നിരിക്കെ അനങ്ങാതെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റർ ഇട്ട കൈകാലുകളിലെ വിരലുകൾക്ക് നിറവ്യത്യാസം, ശക്തമായ വേദന എന്നിവ ഉണ്ടായാൽ എത്രയും വേഗം ഡോക്ടറിനെ കണ്ട് പ്ലാസ്റ്റർ മാറ്റി കെട്ടിക്കുന്നതാണ് ഉചിതം. ക്ഷതമേറ്റ രോഗിയുടെ ചുറ്റും കൂടി നിന്ന് ആൾക്ക് കാറ്റ് കടക്കാത്ത രീതിയിൽ തടസ്സമുണ്ടാക്കരുത്. അസ്ഥിഭംഗം ഉണ്ടാവുകയോ ഉണ്ടായി എന്ന് സംശയം തോന്നുകയോ ചെയ്താൽ ഈ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അസ്ഥിഭംഗത്തെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായി ചർച്ച ചെയ്യാവുന്നതാണ്. ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ നന്ദി.